നമസ്കാരം. മലയാള സിനിമാ രംഗത്തെ പ്രമുഖരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹിമാചൽ പ്രദേശ് വഴി ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കടത്തിയ ആഡംബര കാറുകൾ നമ്മുടെ കേരളത്തിലെ ഈ പ്രമുഖ വ്യക്തികൾ വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പ്രമുഖ വ്യക്തികൾ ആരെല്ലാം ആണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പൃഥ്വിരാജും മമ്മൂട്ടി അടക്കം, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാൻ അടക്കമുള്ള ആളുകൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിൽ പൃഥ്വിരാജിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. നമ്മൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മലയാള സിനിമാ രംഗത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സംഭവമുണ്ട്. അത് എമ്പുരാൻ സിനിമ. ആ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ താൻ എന്താണോ, ഏത് പ്രൊപ്പഗണ്ടയാണോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അത് ഇവിടുത്തെ കുറെ ആളുകൾ, പ്രത്യേകിച്ച് മോദി വിരുദ്ധരായിട്ടുള്ള, BJP വിരുദ്ധരായിട്ടുള്ള ആളുകൾ വലിയ രീതിയിൽ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത രീതിയിൽ ഒരു ശരാശരി കഥ മാത്രമുള്ള, അല്ലെങ്കിൽ ഒരു തീപ്പൊരി സിനിമ എന്നൊക്കെ പറയാൻ, അല്ലെങ്കിൽ ഒരു വമ്പൻ ഹിറ്റ് എന്നുള്ള രീതിയിലേക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നാത്ത സിനിമ പോലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക കളക്ഷൻ നേടിയിരിക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ് ഈ എമ്പുരാൻ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള BJP വിരുദ്ധരായിട്ടുള്ള, അല്ലെങ്കിൽ നാഷണലിസ്റ്റ് എന്ന് കൃത്യമായിട്ട്, അല്ലെങ്കിൽ വലിയ രീതിയിൽ രാജ്യസ്നേഹം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ നിലകൊള്ളുന്ന ആളുകളുടെ പിന്തുണ ഒരുപാട് ലഭിച്ച ഒരു പടം തന്നെയാണ് എമ്പുരാൻ എന്നുള്ളതിൽ നിസ്സംശയം നമ്മൾക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യം കൊണ്ട് അന്ന് വലിയ വിവാദമാവുകയും വലിയ പ്രതിസന്ധികൾ ഈ സിനിമയിലെ ചില ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്നേ ഒരു കാര്യം ഇവിടെയുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞിരുന്നതാണ്. മുഖ്യമായിട്ട് പൃഥ്വിരാജിന്റെ അടക്കമുള്ള ആളുകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ സംശയം ഉളവാക്കുന്ന പലതും ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കസ്റ്റംസ് ആണ്. കസ്റ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാമല്ലോ, സ്മഗ്ലിംഗ് നടത്തുക, കള്ളക്കടത്ത് നടത്തുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എപ്പോഴും കസ്റ്റംസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം ഉണ്ടാകുന്നത്. നമ്മൾ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് നികുതി വെട്ടിപ്പ് നടത്തി കാറുകൾ എത്തിക്കുന്ന കേസുകളൊക്കെ നമ്മളെല്ലാവരും ഇതിനു മുന്നും കേട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാറ് ED ആണ്. പക്ഷെ ഇത് ED അല്ല, കസ്റ്റംസ് മുന്നോട്ട് വരുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഇതിന്റെ ഒരു ഗൗരവം എത്രത്തോളമാണെന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ അകത്തേക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് അനധികൃതമായിട്ട് മറ്റ് സാധന സാമഗ്രികൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി തന്നെയാണ് ഈ ഒരു വിഷയത്തിലൂടെ അവർ നടപ്പിലാക്കിയിരുന്നത്. ഈ കാറ് കൊണ്ടുവരുന്ന സമയത്ത് കാറിന്റെ അകത്ത് എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്ന് പോലും നമ്മൾക്കറിയില്ല. കാരണം അത്രക്ക് വലിയ രീതിയിലുള്ള ഒരു കോടികളുടെ ഒരു തിരിമറിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിയിലും അല്ലെങ്കിൽ കേരളത്തിലെ പല ജില്ലകളിലും ഇപ്പോൾ കസ്റ്റംസിന്റെ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ദുൽഖർ സൽമാൻ അടക്കമുള്ള ആളുകളും, അല്ലെങ്കിൽ ഇവർ ഇതുപോലെ വാങ്ങിച്ചിരിക്കുന്ന വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഇതിൽ മുഖ്യമായിട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ പുറത്തുവിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ വലിയ രീതിയിലുള്ള തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അനധികൃതമായിട്ട് നടത്തിയ ഇടപാടിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഫോട്ടോ സഹിതം, പൃഥ്വിരാജിന്റെ അടക്കം ഫോട്ടോ സഹിതം മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഇവരെല്ലാവരും കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രതികരണങ്ങളെല്ലാം നമ്മൾ കാണുന്ന സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു ആസ്തി ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു മുന്നും ഇതേ സമാനമായിട്ടുള്ള സാഹചര്യം പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കേസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പിഴയടച്ച് പൃഥ്വിരാജ് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലേക്കുള്ള പ്രതികരണങ്ങളായിരുന്നു ആ ഒരു സമയത്ത് പുറത്തു വന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തോടു കൂടി തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവരാരും നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവർക്ക് ഇതുപോലെ ഒരു വാഹനം ഒരു പ്രധാനപ്പെട്ട പ്രദേശത്ത് നിന്ന് വരുന്ന സമയത്ത് ഇത് ഏതെല്ലാം തരത്തിലേക്കുള്ള ആയിരിക്കാം എന്നുള്ളത് നോക്കുമ്പോൾ അതിലൊന്നും കാര്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കാതെ എവിടെ നിന്നാണോ നമ്മൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ട് പണം കുറവിനായിട്ട് ഇതുപോലുള്ള ആഡംബര വാഹനങ്ങൾ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ ഇളവോട് കൂടി ലഭിക്കുന്നത്, അതിന്റെ മുന്നിലേക്ക് ചാടി വീഴുക എന്നുള്ള പണം 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 ഇത് മാത്രമാണ് തങ്ങളുടെ ഒരു
ഒരു നിലപാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ നിയമ നടപടികൾ കൃത്യമായിട്ട് ഇവർ നേരിടേണ്ടി വരും എന്നുള്ളതിൽ 1% പോലും തർക്കമില്ല. നമ്മൾക്കറിയാം കേരളത്തിലുള്ള പല ആളുകളുടെ മുന്നിലേക്കും ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ എമ്പുരാൻ സിനിമയിലൂടെ വെക്കാൻ നോക്കിയത് പോലും നമ്മൾക്കറിയാം. ഇവിടുത്തെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ മറച്ചു വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപം പോലെയുള്ള വിഷയങ്ങൾ തന്നെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതിൽ ആ സിനിമയിൽ ആദ്യത്തെ ഒരു ഘട്ടം തന്നെ എടുത്ത് നോക്കുമ്പോൾ തന്റെ ഒരു ആശയം, താൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ ശരി, അല്ലെങ്കിൽ മറ്റ് യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പൃഥ്വിരാജ് വെച്ചിരിക്കുന്ന ഈ ഒരു കാഴ്ചപ്പാട് അത് പൂർണ്ണമായിട്ടും ഇവിടുത്തെ ഈ പറയുന്ന വലത് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ RSS പോലെയുള്ള സംഘപരിവാർ സംഘടനകളെ എതിർക്കുന്ന ആളുകൾക്ക് കുറച്ച് സ്വാധീനം കൂടുതലുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തന്റെ കച്ചവടം വലിയ രീതിയിൽ ഇവിടെ വിജയിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ഈ ഒരു സംഭവം നടത്തിയിരിക്കുന്നത്. ഒരു കഴിവ് വലിയ രീതിയിൽ കൂടിക്കഴിഞ്ഞിട്ട് ആ കഴിവിന്റെ നല്ല വശങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിലേക്ക് ഇതുപോലെയുള്ള ചില നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പണം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് പൃഥ്വിരാജ് ആ ഒരു ഫിലിം എടുത്തിരിക്കുന്നത്. അന്നേ പലരും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് പൃഥ്വിരാജിന് വേണ്ടിയിട്ടുള്ള ഒരു കെണി എവിടെയെങ്കിലും ഇവർ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതുപോലെയുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. രാജ്യത്തെ പല ഇവിടെ അനുശാസിക്കേണ്ട പല കാര്യങ്ങളും അനുശാസിക്കാതെ പോകുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കാനും പലതിനോടും മുഖം തിരിഞ്ഞു നിൽക്കാനും ഉള്ള താല്പര്യക്കാരൻ. ഇപ്പൊ ലക്ഷദ്വീപ് പോലെയുള്ള വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾക്കറിയാം, ആയിഷ സുൽത്താൻ എന്ന് പറയുന്ന ഒരു ലക്ഷദ്വീപിൽ ഒരു സംവിധായിക എന്നൊക്കെ പറയപ്പെടുന്ന സംവിധായിക ആണ് എന്നുള്ളതൊക്കെ നമ്മൾക്ക് അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും അവർ എന്ത് സംവിധാനത്തോടു കൂടി നിലനിൽക്കുന്ന ആളാണ്. അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ ഈ പറയുന്ന ലക്ഷദ്വീപിൽ ബയോ വെപ്പൺ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടുകൂടി പ്രവർത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴും അവർക്ക് പിന്തുണയായിട്ട് ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ എന്തോ അനധികൃതമായിട്ട് നടപ്പിലാക്കാൻ പോകുന്നു, ഇത് അവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അപ്പൊ എന്താണ് എന്നുള്ളത് കൂടി കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാൻ പൃഥ്വിരാജ് തയ്യാറാകാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ചില ഏകപക്ഷീയമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം നിലപാടെടുക്കുന്ന പൃഥ്വിരാജിനെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് മുഖ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് നയം. ഈ ഇരട്ടത്താപ്പ് നയം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം പൊളിച്ചടക്കേണ്ടത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അത്രക്ക് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇവരുടെ ഭാഗത്തുണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്ന നിയമ സംവിധാനങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട വലിയ സമ്പന്നന്മാരായിട്ടുള്ള ഇതുപോലെയുള്ള ആളുകൾ പൂർണ്ണമായിട്ടും പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും തങ്ങൾക്ക് ഇളവ് ലഭിക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ സാമ്പത്തികം കുറച്ച് വാഹനം വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വിഷയങ്ങൾ ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. അതല്ലാതെ നമ്മുടെ സമൂഹത്തോട് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഇവർക്കുണ്ട് എന്ന് തോന്നുന്നില്ല. രാജ്യത്തേക്ക് വലിയ രീതിയിൽ തന്നെ ഈ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഒരുപാട് വാഹനങ്ങൾ അനധികൃതമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം വഴി കടന്നു വരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ വലിയ തരത്തിൽ നമ്മുടെ രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഒരു ടൂളായി പൃഥ്വിരാജിനെ പോലെയുള്ള ആളുകൾ മാറുന്നു എന്ന് കൃത്യമായിട്ട് സംശയിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യമാണ് നിലവിലെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.